ഹലോ, ഞാൻ സുനി സജീവ്, രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ മോറ്റ ഓപ്പോസിറ്റ് രേവതി വെഡിങ് കളക്ഷൻ. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വ നന്മയുണ്ടാകട്ടെ. യേശുവിൻ്റെ കൃപയാലേ നന്മയുണ്ടാവുകയുള്ളൂ. യേശുവിനെ ആശ്രയിച്ചു. അപ്പോൾ സ്വർണ്ണത്തിന് എന്ത് വില? സ്വർണ്ണക്കടയുടെ വീഡിയോ ചെയ്യുമ്പോൾ സ്വർണ്ണം ഞങ്ങൾക്ക് മേടിക്കാൻ പറ്റുമോ? പിന്നെ എന്തുകൊണ്ട് രാജാതിരാജന് യേശുവിൻ്റെ മക്കൾ എന്താഗ്രഹിച്ചാലും ദൈവം തരില്ലാത്ത? സെക്കൻഡിൽ തന്നെ ആകാശത്ത് സ്വർണ്ണം ഇറക്കി തന്നില്ലെങ്കിലും ഞാൻ എത്ര കാലം മുമ്പ് സ്വർണ്ണക്കട തുടങ്ങണമെന്ന് ആഗ്രഹിച്ചതാണ്. എൻ്റെ അമ്മയൊക്കെ കളിയാക്കുമായിരുന്നു. കുഞ്ഞിലെ തുണിയും സ്വർണ്ണക്കടയും ഉള്ളവരും അവളെ കെട്ടിയില്ലെങ്കിൽ എനിക്ക് വലിയ ഇഷ്ടമാണ്. അമ്മച്ചി ഒന്നും മേടിച്ച് ഇങ്ങനെ അങ്ങനത്തെ ഇഷ്ടമല്ല. അമ്മച്ചി വലിയ കൃഷിക്കാരിയാണ്, അപ്പം അങ്ങനത്തെ ടേസ്റ്റ് അല്ലല്ലോ. പക്ഷേ എന്നെക്കൊണ്ട് തന്നെ യേശുമ്പരാൻ അതൊക്കെ തുടങ്ങിച്ചൊരു തൃപ്തി. നമുക്ക് സ്വർണം കൊതി മാറി, തുണിയുടെ കൊതി മാറി. അപ്പം അങ്ങനെ നമുക്ക് തരൂട്ടോ. പെട്ടെന്നൊരു നിമിഷമല്ല, നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചാൽ മതി. ഇന്നിപ്പോൾ ഞാൻ ഷാലിറ്റിനോടൊപ്പമാണ്. ഷാലിറ്റ് എൻ്റെ ഒരു കസ്റ്റമറായിട്ട് വന്നാൽ ഇവിടെയുള്ള വരുന്ന എല്ലാവരും കസ്റ്റമറായിട്ട് വരും, പിന്നെ കൂടപ്പുറപ്പാവും എന്ന് പറഞ്ഞില്ലേ. ദൈവം എനിക്ക് അനിയത്തിമാരെ തന്നിട്ടില്ല, പക്ഷെ എനിക്കൊരിക്കലും സങ്കടപ്പെടേണ്ട വന്നിട്ടില്ല. അപ്പോൾ ഷാലിറ്റ് ഇങ്ങനെ എപ്പോഴും അനിയത്തിനെ പോലെ അങ്ങോട്ട് വിളിക്കുന്നു. നമ്മുടെ എല്ലാം എപ്പോഴും എൻ്റെ കാര്യങ്ങൾ തിരക്കി ഇങ്ങോട്ട് വിളിച്ചോളും. സ്വന്തം പോലെ സ്വന്തം ചേച്ചീനെ എങ്ങനെ ഒരു അനിയത്തി സ്നേഹിക്കണോ? ഞാൻ അങ്ങോട്ട് സ്നേഹിച്ചിട്ടുണ്ടോ എന്നൊക്കെ സംശയം കേട്ടോ. എല്ലാവരും പറയും എനിക്കൊരു സ്നേഹവും ഇല്ലെന്ന്. പക്ഷേ ശുഭ്രാൻ്റെ കൃപയാൽ ഇങ്ങോട്ട് നല്ല സ്നേഹം കേട്ടോ. അപ്പോൾ ഷാൽറ്റ് ഇന്ന് വന്നപ്പോൾ ഞാനൊരു വീഡിയോ പിടിച്ചിരുന്നു. ഷാൽറ്റിനെ കൊണ്ട് പണ്ട് ഞാൻ ജീവിച്ചുകൊണ്ടിരുന്നത് ചുരിദാറിൻ്റെ കാലത്തെ. ഷാൽറ്റ് ഇങ്ങനെ 17 വയസ്സിലോ 16 വയസ്സിലോ നമ്മുടെ കടയിലെത്തിയതാണ്. അപ്പോൾ ഈ ചുരിദാർ ഷാൽറ്റ് ഒരു പീസ് എടുത്തുകൊണ്ട് പോയാൽ ഷാൽറ്റ് തയ്ച്ചിട്ട് അത് തന്നെ എല്ലാവർക്കും വേണം. അപ്പോൾ ഷാൽറ്റിനെ വെച്ചാണ് നമ്മൾ ഷാൽറ്റൊരു ചുരിദാർ ചേച്ചി ആ സൈസ് ചുരിദാറിൻ്റെ നോക്കും. അപ്പോൾ അങ്ങനെ 75 ചുരിദാർ വരെയൊക്കെ വിറ്റു അല്ലേ. അങ്ങനെയൊക്കെ ഷാൽറ്റിൻ്റെ അങ്ങനെ ഭയങ്കര ക്രൈസാണ്. അയ്യോ ആൾക്കാരിങ്ങനെ. പിന്നെ മോഡലിങ്ങിനൊക്കെ ഷാൽറ്റിനെ വിളിക്കുമായിരുന്നു. അപ്പോഴത്തേനും കെട്ടിച്ചു വിട്ടു കേട്ടോ. എൻ്റെ ദൈവമേ, സിനിമയിലൊക്കെ പോയെങ്കിൽ എന്തായിരുന്നു. ഇപ്പോഴത്തെ സിനിമാടികളൊക്കെ ഔട്ടായി പോയത് കേട്ടോ. ഇപ്പം ഈ ഗ്ലാമറാണ്. നിങ്ങൾ 16 വയസ്സിൻ്റെ ഗ്ലാമറൊന്ന് ഓർത്ത് നോക്കി. ഷാൽറ്റ് അങ്ങനെ ഭയങ്കര എനിക്കൊരു വലിയ അനുഗ്രഹമായിരുന്നു. ഷാൽറ്റ് ഏത് ഡ്രസ്സ് എടുത്താലും നമ്മുടെ കട ആ തുണി അപ്പടി വിറ്റ് തീരുമായിരുന്നു. ഇപ്പം ഞാനിപ്പോൾ വന്നപ്പോൾ പറയാം സ്വർണ്ണം ഇതുപോലെ വിറ്റ് കിട്ടും. ഓരോരുത്തരുടെ ഐശ്വര്യോടെ ഉണ്ടല്ലോ യേശുവിൻ്റെ കൃപയാൽ. അപ്പോൾ ഇപ്പോൾ ഷാൽറ്റ് ഇട്ടേക്കണ ഈ മാല 1 പവൻ്റെ ആട്ടോ. ഇത് 1 പവനുള്ളൂ. കണ്ടാൽ തോന്നുമോ? ഒറ്റ പവനുള്ളൂ. അത്യാവശ്യം ഒരു ഫങ്ഷൻ വെയറൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പാടില്ലേ. കമ്മൽ നമ്മുടെ സൂചി നൂലും ഇതും 2 ഗ്രാം ഏതാണ്ടുള്ളൂ കേട്ടോ. എന്ത് രസമാണെന്ന് നോക്കിക്കേ. അതുപോലെ ഈ വളയൊക്കെ നോക്കിക്കേ, ഫങ്ഷന് യൂസ് ചെയ്യാം. ചാറ്റിന് വന്ന വഴി ഈ വള ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇത് 1.5 പവൻ അല്ലേ, 1.5 പവൻ. ഇത് നമുക്ക് പല സൈസിലും ചെയ്തു തരും കേട്ടോ. ചെറുതിലും വലുതിലും ഏത് സൈസിലും. കഴിഞ്ഞ ദിവസം ഇതിൻ്റെ 2.9 ഉണ്ടാക്കി അല്ലേ. 2.9. ഇപ്പോൾ എന്നെപ്പോലെ ഉള്ളവർക്ക് അത്രയൊക്കെ വേണം. ഇതേ മോതിരങ്ങൾ ഇത് കണ്ടോ, അടിപൊളി. 1.5 ഗ്രാമൊക്കെ ഉള്ളൂ കേട്ടോ മോതിരമൊക്കെ. 1 ഗ്രാമിൻ്റെ മുതൽ നല്ല പണിയല്ലേ നോക്കിയേ. ഈ വള അതുപോലെ 1.25 പവൻ. ഇതൊക്കെ ഈ സ്റ്റോണിൻ്റെ അതിന് കനയില്ലാത്തൊരു നൈസ് സ്റ്റോണാട്ടോ. ഇതൊക്കെ റോഡിയൊക്കെ ആട്ടോ. റോഡിയോയും വൈറ്റ് ഗോൾഡും ഒക്കെ ആട്ടോ. റോസ് ഗോൾഡിൽ റോഡിയോയും ഇതൊക്കെ വെച്ച് ഇത്. അപ്പോൾ ഇതുപോലത്തെ വളകളാണ് ഇതെല്ലാം ഈ കൂടെ വന്നതായിരുന്നു കേട്ടോ. കഴിഞ്ഞ ദിവസം എക്സിബിഷന് പോയപ്പോൾ വന്നതാണ്. ഈ വളയുടെ ബടി കണ്ടോ, എന്ത് ഭംഗിയല്ലേ, നല്ല രസം. ഈ വളയും ഷാൽറ്റിന് ഇട്ടിട്ട് നമുക്ക് ഫോട്ടോ ഇടാം. ഇതൊക്കെ ഷാൽറ്റിൻ്റെ കയ്യിൽ ചാർത്താം. ചിലതൊക്കെ ചാർത്താം, എല്ലാം പറ്റി ചാർത്തില്ലല്ലോ, എല്ലാം കയ്യെ കയറുമെന്ന് പറഞ്ഞുകൂടാ. ഇത് അതുപോലെ ഒരു വെറൈറ്റി നല്ല. ഇതെല്ലാം 1.5 പവൻ 1.25 പവനൊക്കെ ഉള്ളൂ കേട്ടോ. ഇത് മാത്രം 1.25 പവൻ അല്ലേ. ഇതൊക്കെ 1.5 പവനൊക്കെ ഉള്ളൂ കേട്ടോ. നമ്മൾ ഓർക്കും 2 ഗ്രാമിൻ്റെ വളയുണ്ടോ 4 ഗ്രാമിൻ്റെ വളയുണ്ടോ എന്നൊക്കെ ചോദിക്കും. അത് കയ്യേൽ ഈ വലിയ കൈയൊക്കെ ആണെങ്കിൽ ഇറിന വഴിയെ ചളങ്ങി പോകും കേട്ടോ. ഇങ്ങനെ ഒന്നാമത് ഡയമണ്ട്സ് എന്ന് പറയുമ്പോൾ വളകളിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് മാലേനേക്കാളും കൂടുതലെന്ന് എനിക്ക് തോന്നുന്നു. എങ്ങനെ വെച്ചാൽ ലാസ്റ്റ് ചെയ്യണമെങ്കിൽ ചളക്കമൊന്നും വരാണ്ടിരിക്കാൻ 1.25 പവൻ്റെയൊക്കെ വളയില്ല. പണ്ട് നമ്മൾ അങ്ങനെയല്ലേ എടുത്തുകൊണ്ടിരുന്നത്. അതുപോലെയൊക്കെ എടുക്കണം കൂടുതൽ ലാസ്റ്റ് ചെയ്യാൻ എപ്പോഴും നല്ലത്, എൻ്റെ അഭിപ്രായം പറഞ്ഞാൽ. പിന്നെ പക്ഷേ ഏത് അളവിൻ്റെ ഉണ്ട് കേട്ടോ. ഇത് പിന്നെ നമുക്ക് ഏത് അളവിലും ചെയ്ത് കിട്ടും കേട്ടോ. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്ത് കിട്ടും. അപ്പോൾ ഇങ്ങനത്തെ ഒത്തിരി ഷാൽറ്റ് ഈ വളകളൊക്കെ ഇഷ്ടപ്പെട്ടോ. നല്ല വെറൈറ്റി ഫാഷനൊക്കെ ഉണ്ട്. ഷാൽറ്റിൻ്റെ കൈയാണെങ്കിൽ വളയിടാൻ ഫസ്റ്റ് കൈ. അപ്പോൾ എനിക്കാണെങ്കിൽ വള ചേരിയേയില്ല. ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ നൈസായിട്ടുള്ള വളകളല്ലേ ഇഷ്ടം. അതെ അതെ അതെ. ഇതൊക്കെ സിമ്പിൾ നൈസ് കമ്പിളുകൾ. എന്ത് ഭംഗിയല്ലേ ഇതൊക്കെ കാണാൻ. ഇങ്ങനത്തെ ഒത്തിരി ഉണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ കുറച്ചെടുത്ത് വെച്ചാൽ ഒത്തിരി കാണിക്കുമ്പോൾ ഓവറായി പോലോ. വളയുടെ ഒരു വൻ കളക്ഷൻ ഉണ്ട് കേട്ടോ. ഞാൻ എവിടെ ചെന്നാലും വളയുടെ കളക്ഷൻ കിട്ടാറില്ല. അപ്പോൾ വളയ്ക്ക് എല്ലായിടത്തും നമുക്ക് കിട്ടാനും ഭയങ്കര പാടാണ്. അത് കാരണം നമ്മൾ കുറേ വളയ്ക്ക് നോക്കാറുണ്ട് കേട്ടോ. എല്ലായിടത്തും ചെയിനും അതും ഇതുമൊക്കെ ഉള്ളൂ. അപ്പോൾ നമ്മൾ വള കുറേ
അധികം സെറ്റ് നോക്കി കഷ്ടപ്പെട്ടിട്ടാണ് വളയെടുത്തത്. പിന്നെ നമുക്ക് സ്കീമുണ്ട് കേട്ടോ. ഇപ്പം സ്വർണ്ണത്തിന് ഞാൻ അന്ന് കട തുടങ്ങിയപ്പോൾ പോലെ വില കൂടും എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു ഇല്ല കുറഞ്ഞു പോകുമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ഇപ്പം യേശുവിൻ്റെ കൃപയാൽ ഞാൻ പറഞ്ഞതല്ലേ കറക്റ്റായേ. അപ്പം വില കൂടും. ഇപ്പം സ്കീമിൽ കൂടുക. അപ്പം അതിമനോഹരമായ നല്ല 2 സ്കീമാണ്. അപ്പോൾ നമ്മൾ അതിൽ മിനിമം 1000 രൂപ പോലെ നമ്മുടെ കൈ കിട്ടണ അനുസരിച്ച് ഇടാം. 11 മാസമുള്ളൂ. കണ്ണട ചോക്കുമ്പോൾ 11 മാസം തരും. ഒത്തിരി ബെനിഫിറ്റോട് കൂടിയ 2 സ്കീമും വെച്ചേക്കണം. നിങ്ങൾ ആ എൻക്വയറി നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. പിന്നെ ഓൺലൈൻ ഉണ്ട് കേട്ടോ. ഒത്തിരി ഓൺലൈനിൽ പോകുന്നുണ്ട് കേട്ടോ യേശുവിൻ്റെ കൃപയാൽ. നമ്മൾ വാട്സപ്പ് കോൾ വിളിച്ചാൽ മതി കേട്ടോ ആ എൻക്വയറി നമ്പറിൽ. അപ്പം നമുക്കത് ഫോട്ടോയും ഇതൊക്കെ എടുത്ത് തരും. ഇവിടെ വന്നും അവിടെ ഇവിടെ അയച്ചു തന്നതും സെയിം ഡിസ്കൗണ്ടൊക്കെ കിട്ടുള്ളൂ. പിന്നെ അതെന്നാ വെച്ചാൽ ഞാനൊന്നും ഇവിടെ കാണാറില്ലല്ലോ. അപ്പോൾ എല്ലാം ടാലിയാക്കി വെച്ചേക്കണതാണ്. അപ്പോൾ പിന്നെ സൺഡേ കട ഓപ്പൺ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ സ്കീമിൽ കൂടുക. പുതിയ സെലക്ഷൻ എടുക്കുക. ഞാൻ ഒക്കുക ഒരു ബ്ലൗസ് തയ്ക്കാൻ നമ്മൾ നല്ല ഫിനിഷിങ്ങിന് എവിടം വരെ പോകും. എന്തോരം തയ്യക്കൂലി കൊടുക്കും. പിന്നെ ആന മേടിച്ചാൽ തോട്ടി മേടിക്കാണ്ട് നല്ല ഭംഗിയുള്ള ഓർണമെന്റ്സ് ഒക്കെ എടുക്കുക. അല്ലാണ്ട് ഇങ്ങനെ GST അടയ്ക്കാണ്ട് സ്വർണം കിട്ടുമോ? പഴയ കാലത്തെ കേരള ഇങ്ങനെ ഇടൂ പോലും ഇല്ലാത്ത സാധനം ഈ GST അടയ്ക്കാണ്ട് കിട്ടണത്. അതൊക്കെ മേടിച്ചിട്ട് നിങ്ങൾ ഇടില്ല. പിന്നെ എന്തിനാ അത് മേടിക്കണേ? അപ്പോൾ അങ്ങനെ കുഴപ്പമുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒത്തിരി വെറൈറ്റി ഉണ്ട്. നിങ്ങളിപ്പോൾ രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വിസിറ്റ് ചെയ്യുക. ശരി എന്നാൽ അപ്പോൾ യേശുബ്രാൻ അനുഗ്രഹിക്കട്ടെ. ശാലത്തെ എന്തെങ്കിലും പറയാണ്ടെങ്കിൽ പറയൂ. നല്ല സെലക്ഷനാണ്, ഒത്തിരി ഉണ്ട്. എല്ലാ വീഡിയോയും കാണിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. അതെ അപ്പോൾ പെട്ടെന്ന് പോയോ. ശരി എന്നാൽ.